ആരു പറഞ്ഞാലും ഞാനേകനാകുമോ? ആരു കൈവിട്ടാലും നീ എന്നെ കൈവിടുമോ? ഹാപ്പി സൺഡേ ടു എവ്രി വൺ. നിങ്ങളിൽ എത്ര പേര് സൺഡേ രാവിലെ ഒരു പാട്ട് കേട്ട് തുടങ്ങാറുണ്ട്? ഐ ഓൾവേസ് നീഡ് എ സോങ് ടു സ്റ്റാർട്ട് മൈ സൺഡേസ്. പാട്ടിൻ്റെ കൂടെ ഒരു ചൂട് കാപ്പിയും കൂടെ ആയാലോ? കാരണം പുറത്ത് ടെമ്പറേച്ചർ -7 ആണ്. നമുക്ക് സൗത്തിൽ അങ്ങനെ അധികം സ്നോ ഒന്നും വീഴാറില്ല, പക്ഷേ ഇന്ന് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പുറത്തെ തണുപ്പിന്റെ കാഠിന്യം എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് പുറത്തിറങ്ങി നോക്കി. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പിന്നെ മിക്കപ്പോഴും ഞാൻ ചർച്ചിൽ പോകുമ്പോൾ ഇന്ത്യൻ അറ്റേഴ്സ് ആണ് ചൂസ് ചെയ്യാറ്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് തണുപ്പ് ടോളറേറ്റ് ചെയ്യാൻ അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇറങ്ങി തണുപ്പിന്റെ കാഠിന്യം ഒന്ന് ചെക്ക് ചെയ്തു ഞാൻ. അതിനുശേഷം മെല്ലെ എനിക്ക് ചർച്ചിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചു. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ബൈബിൾ, പിന്നെ തലയിലിടാനുള്ള ഒരു കുട്ടി ഷോൾ, ഒരു വാട്ടർ ബോട്ടിൽ, ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് വീടിന്റെ കീയും എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ചർച്ചിൽ പോകാൻ റെഡിയായി. ചർച്ചിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഞാൻ എൻ്റെ ലഞ്ച് കഴിച്ചിട്ട് ഒരു ഉച്ചയുറക്കം പാസ്സാക്കി. അതിനുശേഷം എഴുന്നേറ്റ് മെല്ലെ വൈകിട്ടൊരു ചെറിയ കുക്കിംഗ്, മത്തിക്കറിയാണ് ഉണ്ടാക്കിയത്, തിളച്ചുകൊണ്ടിരിക്കുന്ന മത്തി. അതിനുശേഷം ലോണ്ടറി ഒക്കെ ഫോൾഡ് ചെയ്തു, പണികളൊക്കെ ഒതുക്കി, കുളി കഴിഞ്ഞ് മെല്ലെ എൻ്റെ സ്കിൻ കെയർ റൂട്ടീനിലേക്ക് ഞാൻ കടന്നു. സ്കിൻ കെയറിൽ ഈ വിൻ്റർ ടൈമിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് നൈറ്റ് കിടക്കുമ്പോൾ ലിപ് ബാം തേച്ചിട്ട് കിടക്കുക എന്നുള്ളത്. ഇല്ലെങ്കിൽ രാവിലെ ഭയങ്കരമായിട്ട് ഡ്രൈ ലിപ്സ് ഉണ്ടാവും. അങ്ങനെ സ്കിൻ കെയർ കഴിഞ്ഞ് ഒരു ഫ്ലോറൽ മിസ്റ്റും സ്പ്രേ ചെയ്ത് ഞാൻ ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ച് എന്നും രാവിലെയും വൈകിട്ടും ഇത് റുട്ടീനായിട്ട് ചെയ്യാറുണ്ട് ഞാൻ. ഒരു പാട്ടിൽ തുടങ്ങിയ സൺഡേ ഒരു പാട്ടിൽ തന്നെ ഇവിടെ അവസാനിക്കുകയാണ്. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാമെല്ലാം, എന്നുമെന്നും എൻ പിതാവ്.